ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്പറപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ HSST സുവോളജിയുമായി ബന്ധപ്പെട്ട സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഈ ഏരിയയുടെ പ്രത്യേകത, പലർക്കും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു എക്സാക്റ്റ് ഒരു ഐഡിയ പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ടൈപ്പ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ ടൈപ്പ് കോൺസെപ്റ്റ്? ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്. അതായത് നമ്മളൊരു പുതിയതായിട്ടൊരു സ്പീഷീസിനെ കണ്ടെത്തുന്ന സമയത്ത് അതിന് പേര് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളതിനെ ഒരു റിസർച്ച് ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യണം. നമ്മളിങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്നും ഇന്ന ഡേറ്റിൽ ഈ രീതിയിൽ ഒരു സാമ്പിളിനെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഇതിന് പേര് കൊടുക്കണമല്ലോ ഈ പറയുന്ന പുതിയ സ്പീഷീസിന്. അപ്പോൾ അതിന് നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്ന സ്പെസിമനാണ് നമ്മുടെ ടൈപ്പ് സ്പെസിമൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത്, ഇപ്പോൾ ഒരു വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നും നിങ്ങളൊരു പെർട്ടിക്കുലർ ഒരു പക്ഷിയെ നിങ്ങൾ കണ്ടെത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ബേർഡിനെ നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഒരു 4-5 ബേർഡ്സിനെ നിങ്ങൾ അവിടെ വെച്ച് കണ്ടു. നിങ്ങൾ അവരെല്ലാം എന്ത് ചെയ്തു? നിങ്ങൾ ട്രാപ്പ് ചെയ്ത് പിടിച്ചു, എന്നിട്ട് നിങ്ങൾ ലാബിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ ഈ ഒരു 5-6 പക്ഷികളിലെ ഏതെങ്കിലും ഒരു പക്ഷിയെ ആയിരിക്കും നിങ്ങൾ റെഫറൻസ് ആക്കി എടുത്ത് വയ്ക്കുന്നത്, അല്ലേ? ആ പക്ഷിയെ ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ ആ കംപ്ലീറ്റ് സ്പീഷീസിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പിടിച്ചുകൊണ്ടുവന്ന സാമ്പിൾ ഒരാളെ നിങ്ങൾക്ക് സ്പെസിമനായിട്ട് എടുത്തല്ലേ പറ്റൂ. ആ ഒരു സ്പെസിമൻ അല്ലെങ്കിൽ നിങ്ങൾ ആ സ്പീഷീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുറച്ച് സ്പെസിമൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പൊതുവെ ടൈപ്പ് സ്പെസിമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് സ്പെസിമൻസിൻ്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള ടൈപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ പരീക്ഷയിലൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയിൽ നിന്നാണ്. ഇതൊരു അസേർഷൻ റീസണിങ് ടൈപ്പ് ചോദ്യമാണ്. നമുക്ക് നോക്കാം. അസേർഷൻ: എ പാരാടൈപ്പ് ഈസ് ഓൾവേസ് ഡെസിഗ്നേറ്റഡ് വെൻ ദ ഹോളോടൈപ്പ് ഈസ് ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ്. പാരാടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഹോളോടൈപ്പ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന സമയത്ത് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഇത് അസേർഷൻ ആണ്. റീസൺ നോക്കാം നമുക്ക്. ഇഫ് ഓൾ ഒറിജിനൽ മെറ്റീരിയൽ, that is holotype, isotype, syntype, paratype is missing, then a neotype is designated instead. ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള ഒറിജിനൽ മെറ്റീരിയലുകളും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒറിജിനൽ സ്പെസിമെൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് നിയോ ടൈപ്പ്. അപ്പോൾ അസേർഷൻ എന്ന് പറയുന്നത് പാരാടൈപ്പിനെ കുറിച്ചും നമ്മുടെ റീസൺ എന്ന് പറയുന്നത് നിയോ ടൈപ്പിനെ കുറിച്ചുമുള്ള 2 വാചകങ്ങളാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിൽ ആ ഉത്തരം ഒന്ന് കൊണ്ടുവന്നേ. പാരാടൈപ്പിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ കണ്ടു, നിയോ ടൈപ്പിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ കണ്ടു. ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല എന്നറിയാം, അല്ലേ? എന്നാലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അതിൻ്റെ ഉത്തരം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് അതിൻ്റെ ഉത്തരമെന്ന്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ പറയുന്ന സെഗ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കുമെന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു ഹോളോ ടൈപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾ വെസ്റ്റേൺ ഗട്ട്സിലേക്ക് പോയി, അവിടെ നിങ്ങളൊരു 6ഓളം പക്ഷികളെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. 6 പേരും ഒരേ സ്പീഷീസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. 6 പേരെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ നെറ്റ് വെച്ച് പിടിച്ച് നിങ്ങളുടെ ലാബിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുവരെയും ആരും ഡിസ്ക്രൈബ് ചെയ്യാത്ത ഒരു സ്പീഷീസ് ആണ് ഇത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അവസാനം നിങ്ങളിത് കണ്ടുപിടിച്ച് ഇതൊരു പുതിയ സ്പീഷീസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ സ്പീഷീസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഈ 6 പക്ഷികളിൽ 6 ഒരേ സ്പീഷീസ് ആണല്ലോ, 6 പക്ഷികളിൽ ഒരാളെ മാത്രമേ നിങ്ങൾക്ക് റെഫറൻസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? 6 പേരെ എടുത്തിട്ട് ഒരാളുടെ ഫീച്ചർ കുറച്ച് എഴുതി, രണ്ടാമത്തെ ആളുടെ ഫീച്ചർ കുറച്ച് എഴുതി, അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല.
നമ്മൾ എടുക്കുമ്പോൾ ഒരാളെ എടുത്തിട്ട് ആ സ്പീഷീസ് ഇതാണ്, ഇന്ന ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ 6 പേരും ഒരേ സ്പീഷീസ് ആണെങ്കിൽ കൂടി അവർ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ കാണാം. വലിപ്പമൊക്കെ ചിലപ്പോൾ അവരുടെ പല സ്റ്റേജസിന്റെ അടിസ്ഥാനപ്പെടുത്തി ചിലപ്പോൾ ഇച്ചിരി ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ കാണാം. അപ്പൊ നമ്മൾ അവിടെ ഒരാളെ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലേ? നമ്മൾ അതിൽ ഒരാളെ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഒരു 6 മനുഷ്യരെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 6 പേരും ഒരു സ്പീഷീസ് ആണെങ്കിലും ഡിഫറൻസ് ഉണ്ടല്ലോ. സംഭവം ഒരു 6 പേരും ഒരു സ്പീഷീസ് ആണ്, ഹോമോസാപ്പിയൻസ് ആണ്. പക്ഷെ അവർ തമ്മിൽ കാണാൻ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഈ 6 പക്ഷികളും കാണാൻ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരേ സ്പീഷീസ് ആണ്. അപ്പൊ അതിൽ ആരെയാണ് നിങ്ങൾ എടുക്കുന്നത്? ആ കംപ്ലീറ്റ് സ്പീഷീസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ അതിൽ ഒരു പക്ഷിയെ നിങ്ങൾ എടുക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ആളെ, അങ്ങനെയുള്ള ഒരു സ്പെസിമെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോളോടൈപ്പ്. The single specimen designated as the type of a species by the original author at the time of species name and description was published. സ്പീഷീസിന്റെ പേരും ഡിസ്ക്രിപ്ഷനും ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റെഫറൻസ് ആക്കി ആ ഒറിജിനൽ ഓതർ ഉപയോഗിച്ച ആ സ്പെസിമന്റെ പേരാണ് ഹോളോടൈപ്പ്. ഓക്കെ, 6 പക്ഷികളിൽ ഒരെണ്ണത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഹോളോടൈപ്പ് ആക്കി വച്ചിരിക്കുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ഹോളോടൈപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഏത് സ്പെസിമെനെ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ആ കംപ്ലീറ്റ് സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചത്, അതിൻ്റെ പേരാണ് ഹോളോടൈപ്പ്. വ്യക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, ഈ ഐസോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹോളോടൈപ്പിനെ പോലിരിക്കുന്ന വേറൊരു സ്പെസിമെനെയാണ് നമ്മൾ ഐസോടൈപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഹോളോടൈപ്പ് പോലെ അതുപോലിരിക്കുന്ന മറ്റൊരു സ്പെസിമെൻ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഐസോടൈപ്പ് എന്ന് വിളിക്കാം. ദ ഡ്യൂപ്ലിക്കേറ്റ് സ്പെസിമെൻ ഓഫ് ദ ഹോളോടൈപ്പ്. ഹോളോടൈപ്പിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ പക്ഷിയുടെ അതേ ലുക്കിലുള്ള അതേ ഫീച്ചേഴ്സിലുള്ള മറ്റൊരു പക്ഷിയെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഐസോടൈപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ദ ഡ്യൂപ്ലിക്കേറ്റ് സ്പെസിമെൻ ഓഫ് ഹോളോടൈപ്പ്. സംഭവം വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഹോളോടൈപ്പ് എന്താണെന്ന് കണ്ടു, ഐസോടൈപ്പ് എന്താണെന്നും കണ്ടു. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് സിൻ ടൈപ്പ്. എന്താണ് സുഹൃത്തുക്കളെ ഈ സിൻ ടൈപ്പ് എന്ന് പറയുന്നത്? എനി of 2 or more specimens listed in the original description of a taxon when a holotype was not designated. അതായത് ഇപ്പോൾ 6 പക്ഷികളെയും പിടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വരവ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സ്പീഷീസിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ കോട്ട് ചെയ്തു, നിങ്ങൾ പേപ്പർ പബ്ലിഷ് ചെയ്തു. പക്ഷേ നിങ്ങൾ ഹോളോടൈപ്പിനെ ഒന്നിനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ആ 6 പേരെ വെച്ച് പൊതുവേ നിങ്ങൾ എന്ത് ചെയ്തു? സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്തു. ഇതിൽ ഹോളോടൈപ്പായിട്ട് എടുത്തത് ഏത് സ്പെസിമൻ ആണ് എന്ന് നിങ്ങളത് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ഹോളോടൈപ്പിനെ എടുത്തിട്ടില്ല, ഒരാളെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള സമയത്ത് ആ 6 പേരെയും നമുക്ക് എന്ത് പേര് വിളിക്കാം? സിൻ ടൈപ്പ് എന്ന് വിളിക്കാം. കാരണം അതിൽ ഒരാളെ പോലും നമ്മൾ എന്ത് ചെയ്തെടുത്തിട്ടില്ല? ഹോളോടൈപ്പായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഹോളോടൈപ്പായിട്ട് എടുക്കാത്തത് കൊണ്ട് ആ 6 പേരെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? സിൻ ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. കാരണം ദ ഹോളോടൈപ്പ് വാസ് നോട്ട് ഡെസിഗ്നേറ്റഡ്. അപ്പോൾ ഒറിജിനൽ ഓതർ കളക്ട് ചെയ്ത 6 പക്ഷികളിൽ അദ്ദേഹം ഒരു പക്ഷിയെ ഹോളോടൈപ്പായിട്ട് എടുക്കാത്തത് കൊണ്ട് ആ 6 പക്ഷികളെ നമ്മളിപ്പോൾ വിളിക്കുന്നത് സിൻ ടൈപ്പ് എന്നാണ്. ഓക്കെ, സിൻ ടൈപ്പ്. അത് ഒറിജിനൽ ഡിസ്ക്രിപ്ഷനിലുള്ള പക്ഷികളായിരിക്കണം. അത് ഹോളോടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ അവിടെയുള്ള ഒറിജിനൽ ആർട്ടിക്കിളിലുള്ള ടൈപ്പ് സ്പെസിമൻ ആയിരിക്കണം. അവരെയാണ് നമ്മൾ സിൻ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോളോടൈപ്പിനെ ഒറിജിനൽ ഓതർ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ 6 ടൈപ്പുകളും നമ്മൾ സിൻ ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സിൻ ടൈപ്പ് എന്താണ് എന്നിപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഐസോ സിൻ ടൈപ്പ് എന്തായിരിക്കും? ഈ സിൻ ടൈപ്പുകളുടെ എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ്സിനെയാണ് നമ്മൾ ഐസോ സിൻ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി ഐസോ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത വാക്ക് ഏതോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഐസോ സിൻ ടൈപ്പ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടോ? ഹോളോ ടൈപ്പ്, ഐസോ ടൈപ്പ്, സിൻ ടൈപ്പ്, ഐസോ സിൻ ടൈപ്പ്, ഇത്രയും നമ്മൾ കണ്ടു. സുഹൃത്തുക്കളെ, അടുത്തതാണ് നമ്മൾ പാരാ ടൈപ്പ്. എന്താണ്
ഈ പാരാ ടൈപ്പ് എന്ന് പറയുന്നത്? എ സ്പെസിമൻ നോട്ട് ഫോർമലി ഡെസിഗ്നേറ്റഡ് ആസ് എ ടൈപ്പ് but cited along with the type collection in the original description of the taxon. സുഹൃത്തുക്കളെ, പാരാ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 6 പക്ഷികളെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചത്. ഇനി ഈ 6 പക്ഷികളോടൊപ്പം നിങ്ങൾ ചിലപ്പോൾ അഡീഷണൽ 2-3 പക്ഷികളെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളൊരു സ്പീഷീസ് ഡിസ്ക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അവരെ നിങ്ങൾ എക്സ്ട്രാ കളക്ട് ചെയ്ത ആൾക്കാരാണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ഈ പറയുന്ന ടൈപ്പ് സ്പെസിമൻ കാറ്റഗറിയിൽ നിങ്ങൾ പെടുത്തുന്നതേ ഇല്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഒറിജിനൽ ആർട്ടിക്കിളിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ 6 പക്ഷികളെ കളക്ട് ചെയ്തു, പിന്നെ ഒരു 2-3 എണ്ണത്തിനെ കൂടെ എക്സ്ട്രാ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ എക്സ്ട്രാ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന എന്നാൽ ടൈപ്പ് സ്പെസിമെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത വിഭാഗക്കാരാണ് പാരാ ടൈപ്പ്. അതായത് ആ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആ 6 സ്പെസിമെനെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ എക്സ്ട്രാ കളക്ട് ചെയ്ത ഈ 3 പക്ഷികളെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അതവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ കളക്ട് ചെയ്തു എന്ന ഇൻഫർമേഷൻ ആ ആർട്ടിക്കിൾ നിങ്ങൾ പബ്ലിഷ് ചെയ്തു എങ്കിലും അതിനെ നിങ്ങൾ പരിഗണിക്കുന്നതേ ഇല്ല. കാരണം ഓൾറെഡി 6 കയ്യിലുണ്ടല്ലോ. ഇങ്ങനെയുള്ള സ്പെസിമനാണ് പാരാ ടൈപ്പ്. സോ ദ സ്പെസിമൻ നോട്ട് ഫോർമലി ഡെസിഗ്നേറ്റഡ് ആസ് എ ടൈപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരാ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് സ്പെസിമനായിട്ട് ഫോർമലി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒറിജിനൽ ഡിസ്ക്രിപ്ഷനോടൊപ്പം ദേ ആർ സൈറ്റഡ് എലോങ്. അതായത് ഒറിജിനൽ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെയും കൂടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓതർ, പക്ഷേ ഒരിക്കലും അതിനെ ടൈപ്പായിട്ട് എടുത്തു വെച്ച് പഠന വിധേയമാക്കിയിട്ടില്ല. ഇതാണ് പാരാ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആവുന്നുണ്ടോ? ഇതാണ് പാരാ ടൈപ്പ്. അപ്പോൾ ആ 6 പക്ഷികളെ നമ്മൾ ടൈപ്പ് സ്പെസിമനാക്കി എടുത്ത് അതിനെ ഉപയോഗിച്ച് സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ അഡീഷണലി ഒരു 3 പക്ഷികളെയും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ നമ്മൾ കിട്ടിയതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ? അത് ഒരു ടൈപ്പ് സ്പെസിമനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ പക്ഷേ അത് ഒറിജിനൽ ആർട്ടിക്കിളിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്പെസിമനാണ് പാരാ ടൈപ്പ്. ഓക്കെ അല്ലേ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് പോകാം. ലെക്ടോ ടൈപ്പ്. നമ്മുടെ പരീക്ഷയിലൊക്കെ ചോദ്യം വരാൻ നല്ല സാധ്യതയുള്ള ഒന്നാണ് ഈ ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ് സുഹൃത്തുക്കളെ ഈ ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്? അതായത് എ സ്പെസിമൻ ചോസൺ ബൈ എ ലേറ്റർ റിസർച്ചർ ടു സെർവ് ആസ് ഇഫ് ഇറ്റ് വേർ ദ ഹോളോ ടൈപ്പ്. അതായത് നമ്മൾ ഒരു പബ്ലിക്കേഷൻ ഇറക്കി, വെസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് ഒരു 6 പക്ഷികളെ സെലക്ട് ചെയ്ത് അതിൽ ഒരെണ്ണത്തിനെ ഹോളോ ടൈപ്പ് ആയിട്ട് മെൻഷൻ ചെയ്ത് നമ്മളൊരു ആർട്ടിക്കിൾ ഇറക്കി. ഓക്കെ, പക്ഷേ ഇതിന് ശേഷം വന്ന ഒരു റിസർച്ചർ നോക്കിയപ്പോൾ ഈ ഹോളോ ടൈപ്പ് ആയിട്ട് നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന സ്പെസിമൻ ഇല്ല, അത് നശിച്ചു പോയി, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, അത് കാണാനില്ല. ഓക്കെ, ഇങ്ങനെ വന്ന സമയത്ത് ഈ ഹോളോ ടൈപ്പ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ഹോളോ ടൈപ്പിനെ വേണ്ടി വരുമല്ലോ. 6 പക്ഷികളിൽ ഒരാളെ ഹോളോ ടൈപ്പ് ആക്കി പബ്ലിഷ് ചെയ്തിരുന്നു, പക്ഷെ ആ ഹോളോ ടൈപ്പ് ഇന്ന് നശിച്ചുപോയി. അതുകൊണ്ട് ബാലൻസ് ഉള്ള 5 സ്പെസിമനിൽ നിന്ന് നമുക്ക് ഒരാളെ നമ്മുടെ പ്രധാനപ്പെട്ട ടൈപ്പാക്കി മാറ്റേണ്ടി വരും. ഓക്കെ, അങ്ങനെ ബാലൻസ് ഉള്ള 5ൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്താൽ അവനെ വിളിക്കുന്ന പേരാണ് ലെക്ടോ ടൈപ്പ്. ഇറ്റ് ഈസ് ചോസൺ ഫ്രം എമംഗ് ദ സ്പെസിമൻ അവൈലബിൾ ടു ദ ഒറിജിനൽ പബ്ലിഷിംഗ് ഓതർ. അത് ഐസോ ടൈപ്പ് ആകാം, സിൻ ടൈപ്പ് ആകാം, പാരാ ടൈപ്പ് ആകാം. അതായത് ആ ഒറിജിനൽ പബ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സിൻ ടൈപ്പോ പാരാ ടൈപ്പോ ഐസോ ടൈപ്പോ വാട്ടെവർ ഇറ്റ് ഈസ്, അതിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് എന്താക്കി മാറ്റുന്നു, പ്രധാനപ്പെട്ട ഒരു ഹോളോ ടൈപ്പ് ആക്കി മാറ്റാൻ ശ്രമിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലെക്ടോ ടൈപ്പ്. എപ്പോഴാണ് ഈ ലെക്ടോ ടൈപ്പ് സെലക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെലക്ടഡ് when holotype was either lost, destroyed or not designated. ഹോളോടൈപ്പ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ നശിച്ചു പോവുകപ്പെടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയോ ഇനിയിപ്പോൾ ഹോളോടൈപ്പിനെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യം തന്നെ ഇരിക്കട്ടെ, സിൻ ടൈപ്സ് മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ, പുറകെ നിന്ന് വരുന്ന ഒരു റിസർച്ചറിന് ഒരു ഹോളോടൈപ്പിനെ വേണമെന്ന് തോന്നിയാൽ ഈ ഒറിജിനൽ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്ത സ്പെസിമനിൽ നിന്ന് ഒരെണ്ണത്തിനെ ഹോളോടൈപ്പ് ആക്കാൻ ശ്രമിക്കും. അങ്ങനെ ആരെയാണോ എടുക്കുന്നത് അവനെ വിളിക്കുന്ന പേരാണ്
ലെക്ടോടൈപ്പ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലെക്ടോടൈപ്പ് ഈസ് ഓൾവേസ് സെലക്ടഡ് ഫ്രം ദി ഒറിജിനൽ പബ്ലിക്കേഷൻ. ഒറിജിനൽ ഓതറിന്റെ കളക്ട് ചെയ്ത സ്പെസിമെനിൽ നിന്ന് മാത്രമേ നമ്മൾ എന്തിനെ എടുക്കാറുള്ളൂ, ലെക്ടോടൈപ്പിനെ എടുക്കാറുള്ളൂ. അല്ലാതെ പുതിയൊരു റിസർച്ചർ വന്നിട്ട് വേറൊരു സ്ഥലത്ത് നിന്നും വീണ്ടും കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒന്നല്ല ലെക്ടോടൈപ്പ്. ഓക്കെ, ഒറിജിനൽ ആർട്ടിക്കിളിൽ നിന്ന് ഒരെണ്ണത്തിന് എടുത്ത് പ്രധാന ടൈപ്പ് ആക്കി മാറ്റുന്നു. അങ്ങനെയെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലെക്ടോടൈപ്പ്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? ഇനി ഈ ലെക്ടോടൈപ്പുമായിട്ട് വളരെയധികം കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ടൈപ്പാണ് നിയോ ടൈപ്പ്. എന്താണ് സുഹൃത്തുക്കളെ ഈ നിയോ ടൈപ്പ് എന്ന് പറയുന്നത്? നിയോ എന്ന പേരിൽ തന്നെ ഉണ്ട് പുതിയത്. എ സ്പെസിമെൻ ചോസൺ ബൈ എ ലേറ്റർ റിസർച്ചർ ടു സെർവ് ഇൻ പ്ലേസ് ഓഫ് എ ഹോളോടൈപ്പ് when all specimen available to the original publishing author of a scientific name have been lost or destroyed. ഇപ്പോൾ പുറകെ നിന്ന് വരുന്ന ഒരു റിസർച്ചറിനെ ഒരു ഹോളോടൈപ്പിനെ വേണമെന്നിരിക്കട്ടെ. അപ്പോൾ ലെക്ടോടൈപ്പിനെ തപ്പി ഒറിജിനൽ പബ്ലിക്കേഷനിൽ പോയപ്പോൾ ഒറിജിനൽ പബ്ലിക്കേഷനിൽ ഉണ്ടായിരുന്ന ഒരു സ്പെസിമനും ഇന്ന് നിലവിലില്ല എന്ന ഒരു അവസ്ഥയാണ്. അവിടെ സിൻ ടൈപ്പ് ഇല്ല, ഐസോ ടൈപ്പ് ഇല്ല, നമ്മുടെ പാരാടൈപ്സ് ഇല്ല, ഹോളോടൈപ്സ് ഇല്ല, നത്തിങ്. അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ സ്പെസിമൻ ഒന്നും നമുക്ക് ഇപ്പോൾ നിലവിലില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി ഈ സ്പീഷീസിന്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് എവിടെ പോയാൽ കിട്ടും? പുതിയ റിസർച്ചർ വീണ്ടും ആ സ്പെസിമനെ പുതിയതായിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പുതിയ റിസർച്ചർ വീണ്ടും ആ സ്പെസിമനെ പുതിയതായിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കളക്ട് ചെയ്യുന്ന പുതിയ ഒരു സ്പെസിമൻ, ഹോളോടൈപ്പ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന പുതിയ സ്പെസിമന്റെ പേരാണ് നിയോ ടൈപ്പ്. ഇതിന്റെ പേരാണ് നിയോ ടൈപ്പ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെക്ടോടൈപ്പ് ആൻഡ് നിയോ ടൈപ്പ്. ലെക്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോളോടൈപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒറിജിനൽ പബ്ലിക്കേഷനിലെ ഒരു സ്പെസിമനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഹോളോടൈപ്പ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അതിനെയാണ് ലെക്ടോടൈപ്പ് എന്ന് വിളിക്കുന്നത്. നിയോ ടൈപ്പിന്റെ പ്രശ്നവും സെയിം തന്നെ, ഹോളോടൈപ്പ് ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഹോളോടൈപ്പിന് പകരം വേറെ ആരെങ്കിലും ഒറിജിനൽ പബ്ലിക്കേഷനിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്പെസിമെൻസും നിലവിൽ അവൈലബിൾ അല്ല. പിന്നെ ഇനി എന്ത് ചെയ്തേ പറ്റുള്ളൂ? അതേ സ്പീഷീസിനെ വീണ്ടും ഒന്നുകൂടെ കളക്ട് ചെയ്യേണ്ടി വരും വേറൊരു റിസർച്ചർ. അങ്ങനെ വീണ്ടും പുതിയതായിട്ട് കളക്ട് ചെയ്യുന്ന ഒന്നാണ് നിയോ ടൈപ്പ്. സോ അടിസ്ഥാനപരമായിട്ട് ഹോളോടൈപ്പ് ഇല്ലാത്തത് തന്നെയാണ് ലെക്ടോടൈപ്പിലേക്കും നിയോ ടൈപ്പിലേക്കും നയിക്കുന്നത്. പുതിയ ഒരു റിസർച്ചർ തന്നെയാണ് ലെക്ടോടൈപ്പിനെയും നിയോ ടൈപ്പിനെയും കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ലെക്ടോടൈപ്പിനെ എടുക്കുന്നത് ഒറിജിനൽ പബ്ലിക്കേഷനിലെ സ്പെസിമനിൽ നിന്നും, നിയോ ടൈപ്പിനെ എടുക്കുന്നത് പുതിയതായിട്ട് സാമ്പിൾ കളക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്പെസിമനെയാണ്. അത് അതേ സ്ഥലത്ത് നിന്ന് എടുക്കാൻ ശ്രമിക്കും, പക്ഷെ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. അതേ സ്ഥലത്ത് നിന്നും ആ നിയോ ടൈപ്പിനെ കിട്ടിയില്ലെങ്കിൽ ഡിഫറൻറ്റ് ലൊക്കേഷൻസിലേക്കും പോകാം. മാക്സിമം അതേ സ്ഥലത്ത് നിന്ന് എടുക്കാൻ ശ്രമിക്കും, പക്ഷെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ, വേറെ ലൊക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് സെയിം സ്പീഷീസിനെ കിട്ടുമോ എന്ന് നോക്കേണ്ടി വരും. ഇതാണ് നിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെയാണ്. അങ്ങനെയെങ്കിൽ കുട്ടികളെ, ഈ ടോപ്പോ ടൈപ്പ് എന്ന് പറയുന്നത് എന്താ? ടോപ്പോ ടൈപ്പ് എന്താണ് സുഹൃത്തുക്കളെ? ഈ ടോപ്പോ ടൈപ്പ് എ സ്പെസിമൻ ഓഫ് എ പ്ലാന്റ് കളക്റ്റഡ് ഫ്രം ദ സെയിം ലൊക്കാലിറ്റി ആസ് എ ഹോളോടൈപ്പ് ആൻഡ് യൂഷ്വലി ഓൺ എ ഡിഫറൻറ്റ് ഡേറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു സ്പെസിമനെ, ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു സ്പെസിമൻ ഓഫ് പ്ലാന്റ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു സ്പെസിമനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹോളോടൈപ്പ് കളക്ട് ചെയ്ത അതേ ലൊക്കാലിറ്റിയിൽ നിന്നും പക്ഷേ ഒരു വ്യത്യസ്ത ഡേറ്റിൽ മറ്റൊരാൾ കളക്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ. എന്നാൽ അതിനെ ഹോളോടൈപ്പ് ആയിട്ട് ഡെസിഗ്നേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വൽ ഹോളോടൈപ്പിനെ സെലക്ട് ചെയ്ത കളക്ട് ചെയ്ത അതേ ലൊക്കാലിറ്റിയിൽ നിന്നും വേറൊരു റിസർച്ചർ വേറൊരു ദിവസം ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതേ സെയിം സ്പീഷീസിനെ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോപ്പോ ടൈപ്പ്. അപ്പോൾ ടോപ്പോ ടൈപ്പ് നിങ്ങൾ മനസ്സിലാക്കണം, ടോപ്പോ ടൈപ്പിനെ എന്താക്കി മാറ്റിയിട്ടില്ല, ഒരു ഹോളോ ടൈപ്പായിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. ഹോളോ ടൈപ്പിനെ സെലക്ട് ചെയ്ത സെയിം ലൊക്കാലിറ്റിയിൽ നിന്നും പിന്നെ ഒരു ദിവസം വേറൊരു റിസർച്ചർ ചെന്ന് സെലക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിനെ എന്താക്കിയിട്ടില്ല, ഒരു ഹോളോ ടൈപ്പായിട്ട് അസൈൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ കളക്ട് ചെയ്തു എന്ന് മാത്രം. ഈ സ്പെസിമെനെ വിളിക്കുന്ന പേരാണ് ടോപ്പോ ടൈപ്പ്. ഓക്കെ, അപ്പം നിയോ ടൈപ്പ്, നമ്മൾ തൊട്ട് മുന്നേ കണ്ട നിയോ ടൈപ്പ് സെയിം ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഫ്രം ഡിഫറെൻറ്റ് ലൊക്കാലിറ്റി. പക്ഷെ ടോപ്പോ ടൈപ്പ് എന്ന് പറയുന്നത്
സെയിം ഹോളോടൈപ്പിനെ സെലക്ട് ചെയ്ത സെയിം ലൊക്കാലിറ്റിയിൽ നിന്നാണ് ടോപ്പോടൈപ്പിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, നിയോടൈപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്തപ്പെട്ട ആളെ ഹോളോടൈപ്പ് ആക്കി മാറ്റുന്നുണ്ട്. പക്ഷേ ടോപ്പോടൈപ്പിന്റെ ഉദ്ദേശം അതല്ല. ഹോളോടൈപ്പ് ഇല്ലാത്തത് കൊണ്ടല്ല ടോപ്പോടൈപ്പിനെ അന്വേഷിച്ചു പോകുന്നത്. നമ്മൾ ജസ്റ്റ് ചെന്ന് കളക്ട് ചെയ്തപ്പോൾ സെയിം സാമ്പിൾ കിട്ടി, അത് ഒരു ടോപ്പോടൈപ്പാണ്. അതിനെ നമ്മൾ ഹോളോടൈപ്പ് ആയിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡെസിഗ്നേറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ പേരാണ് ടോപ്പോടൈപ്പ്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ടോപ്പോടൈപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ലൊക്കാലിറ്റി, ഹോളോടൈപ്പിനെ കളക്ട് ചെയ്ത സെയിം ലൊക്കാലിറ്റിയിൽ നിന്നും ഇതേ സ്പെസിമനെ വീണ്ടും കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ എന്താക്കിയിട്ടില്ല, ഹോളോടൈപ്പ് ആക്കി മാറ്റണമെന്ന ഉദ്ദേശത്തിലല്ല ഇതിനെ കളക്ട് ചെയ്തിരിക്കുന്നത്. നിയോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹോളോടൈപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ആ ഒരു കളക്ഷൻ നടത്തിയത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ലെക്ടോടൈപ്പും നിയോടൈപ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിക്കണം. നിയോടൈപ്പും ടോപ്പോടൈപ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഒരിക്കലും വേറൊരു ലൊക്കേഷനിൽ ചെന്നിട്ട് ഹോളോടൈപ്പിന്റെ സെയിം സ്പെസിമൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പോടൈപ്പിന് എടുക്കാൻ പറ്റില്ല. അത് ടോപ്പോടൈപ്പ് ആവണമെങ്കിൽ ഹോളോടൈപ്പിന്റെ സെയിം ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ അല്ലേ? ടോപ്പോടൈപ്പ് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ടൈപ്പാണ് ജനറി ടൈപ്പ്. എന്താണ് സുഹൃത്തുക്കളെ ഈ ജനറി ടൈപ്പ്? വളരെ സിമ്പിളായിട്ട് പറയാം, ഒരു ജീനസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഒരു ടൈപ്പ്, ഒരു സ്പെസിമൻ. ഇപ്പോൾ എ ടൈപ്പ് സ്പെസിമൻ ഓഫ് എ ജീനസ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പോ പാൻതീറ എന്ന് പറയുന്ന ജീനസ് നിങ്ങൾക്കറിയാം ഇല്ലേ? ഈ പാൻതീറ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പാൻതീറ ലിയോ ഉണ്ട്, പാൻതീറ പാർഡസ് ഉണ്ട്, പാൻതീറ ടൈഗ്രസ് ഉണ്ട്, ഇങ്ങനെ കുറേ സ്പീഷീസുകളുണ്ട്. പക്ഷെ പാൻതീറ എന്ന ജീനസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും എടുക്കുന്നത് പാൻതീറ ലിയോയെയാണ്. ഓക്കെ, കാരണം അതിനെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാൻതീറ ജീനസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാൻതീറ ലിയോയെയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു ജീനസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏത് സ്പെസിമനെയാണ് നമ്മൾ എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ജനറി ടൈപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പാൻതീറ ജീനസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ജനറി ടൈപ്പ് ഏതാണ്? അത് പാൻതീറ ലിയോയാണ്. പാൻതീറ പാർഡസിന് എടുത്തിട്ടില്ല, പാൻതീറ ടൈഗ്രസിന് എടുത്തിട്ടില്ല, എടുത്തിരിക്കുന്നത് പാൻതീറ ലിയോയാണ് ഇല്ലേ? ഇപ്പോൾ ഹോമോ എന്ന് പറയുന്ന ജീനസിന്റെ അകത്ത് നമുക്കറിയാം ഹോമോ സാപ്പിയൻസ് ഉണ്ട് അല്ലേ, പിന്നെ ഹോമോ ഹാബിലിസ് ഉണ്ടായിരുന്നു, ഹോമോ ഇറക്ടസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഹോമോയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പൊതുവെ എടുക്കുന്നത് ഹോമോ സാപ്പിയൻസിനെയാണ്. അതാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ഇല്ലേ? അപ്പോൾ ഒരു ജീനസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഏത് സ്പെസിമനെ എടുക്കുന്നു, അതാണ് ജനറി ടൈപ്പ്. ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ യൂസിങ് ദ ടൈപ്പ് ഫോർ ദ നെയിം ഓഫ് എ പെർട്ടിക്കുലർ സ്പീഷീസ് വിത്തിൻ ദാറ്റ് ജീനസ്. ആ ജീനസിന്റെ ഉള്ളിലെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ജനറി ടൈപ്പായിട്ട് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് ജനറി ടൈപ്പ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്യക്തമല്ലേ? അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ മറ്റൊരു ടൈപ്പിലേക്ക് നമ്മൾ പോവുകയാണ്, ഹെപ്പാൻറ്റോ ടൈപ്പ്. എന്താണ് ഫ്രണ്ട്സ് ഈ ഹെപ്പാൻറ്റോ ടൈപ്പ് എന്ന് പറയുന്നത്? അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഒരു പ്രോട്ടോസോവ, ഇപ്പൊ നമുക്ക് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് അറിയാം. പ്ലാസ്മോഡിയത്തിന്റെ ടൈപ്പ് സ്പെസിമൻ നമുക്ക് എടുക്കണമെന്ന് വിചാരിക്കുക. ഈ പ്ലാസ്മോഡിയത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇതിന് ഓരോ സമയത്ത് ഓരോ ലൈഫ് സ്റ്റേജസ് ആണ് ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പ്ലാസ്മോഡിയത്തിന് ട്രോഫോസോവൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, സ്കീസോണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, മീറോസോവൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇല്ലേ? സ്പോറോസോവൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, ഊസൈറ്റ്, ഊക്കൈനേറ്റ് എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിലെ ഓരോ സ്റ്റേജിനെ എടുത്താലും ഒരൊറ്റ സ്പീഷീസ് തന്നെ അല്ലേ ഇത് ഇല്ലേ? അതായത് ഒരു സ്പീഷീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഇത്രയും സ്റ്റേജസ് എടുക്കേണ്ടി വരും. അല്ലാതെ ട്രോഫോസോയേറ്റും മീറോസോയേറ്റും ഒന്നും സെപ്പറേറ്റ് സ്പീഷീസ് അല്ല. അപ്പോൾ ഒരു ജീവജാലത്തിന് തന്നെ പല ലൈഫ് സ്റ്റേജസ് ഉണ്ടെങ്കിൽ അതിനെ മൊത്തം നമ്മൾ എടുക്കേണ്ടി വരും ഇല്ലേ? സോ ദ സീരീസ് ഓഫ് സ്പെസിമെൻസ് ഡെസിഗ്നേറ്റഡ് ആസ് എ ടൈപ്പ് വെൻ എ സിംഗിൾ സ്പെസിമെൻ ഇസ് നോട്ട് ആഡിക്വേറ്റ്. അത് ഒറ്റ സ്പെസിമെൻ വെച്ചിട്ട് നമുക്ക് ഇവന്മാരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നമ്മൾ ആ കംപ്ലീറ്റ് ലൈഫ് സ്റ്റേജസിനെയും കൂടെ കളക്ട് ചെയ്യും. അങ്ങനെയുള്ള സ്പെസിമെനെയാണ് ഹെപ്പാൻറ്റോ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ട്രോഫോസോവൈറ്റിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലാസ്മോഡിയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് ഷീസോണ്ട് വേണം, മീറോസോവൈറ്റ് വേണം, ഊസിസ്റ്റും നമ്മുടെ ഊക്കൈനേറ്റും ഒക്കെ വേണം അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം എടുത്താലേ ആ സ്പെസിമെൻ പൂർണ്ണമാവുകയുള്ളൂ. അപ്പം ഈ ഡിഫറൻറ്റ് ലൈഫ് സ്റ്റേജസിനെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന രീതി,
ആ സ്പെസിമെൻസിനെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹപ്പാൻഡോടൈപ്പ്. അത് ഓരോ ജീവജാലങ്ങളിലെ ഡിഫറൻസ് അനുസരിച്ച്, ഇപ്പം എല്ലാ ജീവജാലങ്ങൾക്കും ഇത്തരത്തിൽ വിവിധ ലൈഫ് സ്റ്റേജസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ. ഉള്ളവർക്ക് മാത്രമേ ഈ ഹപ്പാൻഡോടൈപ്പ് ബാധകമാകുകയുള്ളൂ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ നമുക്കൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഐക്കോണോടൈപ്പ്. എന്താണ് സുഹൃത്തുക്കളെ? ഐക്കോണോടൈപ്പ്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് ആക്ച്വൽ സ്പെസിമൻ ചിലപ്പോൾ ഇല്ലാതിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇല്ലസ്ട്രേഷനിലൂടെ, അത് ഡ്രോയിങ് ആയിരിക്കാം, ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലേറ്റ് ആയിരിക്കാം. പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫലകങ്ങൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സ്പെസിമൻ ടൈപ്പ് ആയിട്ട് എടുക്കുന്നത് എങ്കിൽ, അതായത് ഒരു ഇല്ലസ്ട്രേഷനെയാണ് ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ടൈപ്പ് വെൻ നോ സ്പെസിമൻ ഈസ് അവൈലബിൾ എങ്കിൽ, ഇതിനെയാണ് ഐക്കോണോടൈപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. കാരണം ആക്ച്വൽ സ്പെസിമൻ ഇല്ല, നമുക്ക് ഇല്ലസ്ട്രേഷൻസും ഡയഗ്രാംസും പിക്ചേഴ്സും പ്ലേറ്റ്സും ഒക്കെ ഉള്ളൂ, അല്ലാതെ ആക്ച്വൽ സ്പെസിമൻ കയ്യിലില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ നമുക്കൊരു ടൈപ്പായിട്ട് എടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഐക്കോണോടൈപ്പ് എന്ന് വിളിക്കുന്നത്. സംടൈംസ് യൂസ്ഡ് ഹിസ്റ്റോറിക്കലി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിനോ നമുക്ക് ഐക്കോണോടൈപ്പ് വേണ്ട, പക്ഷെ പഴയ കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഐക്കോണോടൈപ്പുകളെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പണ്ട് കാലത്ത് കുറേ കൂടെ ഐക്കോണോടൈപ്പ് യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി വേറെ കുറേ പല ടൈപ്പുകളിലേക്കൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ സ്പെസിമെനെ ഉപയോഗിക്കാതെ ഇല്ലസ്ട്രേഷൻസിലൂടെ മാത്രമേ നമ്മൾ ഒരു ടൈപ്പിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐക്കോണോടൈപ്പ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ആ ചോദ്യത്തിലേക്കൊന്ന് തിരിച്ചു വന്നാലോ? നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ചോദ്യം ഇതാണ്. Assertion: a paratype is always designated when the holotype is lost or destroyed. സുഹൃത്തുക്കളെ, പാരാടൈപ്പ് ആരായിരുന്നു? ആ 6 പക്ഷികളിലൂടെ കളക്ട് ചെയ്ത എക്സ്ട്രാ ഒരു 3 പക്ഷി, വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ കൺസിഡേർഡ് ആസ് എ ടൈപ്പ്, അല്ലേ? അപ്പോൾ അത് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് എന്നാണ്. പക്ഷെ പാരാടൈപ്പ് ഒരിക്കലും നമ്മൾ ടൈപ്പായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അസേർഷൻ ഈസ് റോങ്, അല്ലേ? അസേർഷൻ ഈസ് ഫോൾസ്. ആർ ദ റീസൺ നോക്കാം. If all original materials are missing, then a neotype is designated instead. അങ്ങനെയല്ലേ നമ്മൾ നിയോടൈപ്പിനെ പഠിച്ചത്? അതായത് ഹോളോടൈപ്പും ഐസോടൈപ്പും സിൻടൈപ്പും പാരാടൈപ്പും ഒന്നുമില്ല എങ്കിൽ പുതിയതായിട്ട് നമ്മളൊരു ഹോളോടൈപ്പിനെ നമ്മൾ പുതിയതായിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. അതിനെ വിളിക്കുന്ന പേരല്ലേ നിയോടൈപ്പ്. സോ റീസൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പോൾ എ ഫോൾസ്, 6 ട്രൂ ആണ്. അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ദേ ഉണ്ട്, ഓപ്ഷൻ ഡി. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഇപ്പൊ പിടികിട്ടിയോ സുഹൃത്തുക്കൾ? ഇപ്പൊ പിടികിട്ടിയോ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന്? അപ്പോൾ സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ, റീസണിങ് ടൈപ്പ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ നിങ്ങൾ എഴുതും എന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ നോക്കിയാൽ നമ്മൾ ആ ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? പഠിച്ച് കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സെഗ്മെന്റ് ആണ്. പലരും സ്കിപ്പ് അടിച്ച് പോകുന്ന ഒരു സെഗ്മെന്റ് ആണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇത് കൂടാതെ പല ടൈപ്പ് സ്പെസിമെൻസിനെ കുറിച്ച് വേറെയും ഉണ്ട് കേട്ടോ. അതിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷേ പലതും നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്തതായത് കൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. ഇപ്പോൾ ഈ ടൈപ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുറച്ച് പേരെങ്കിലും മനസ്സ് വിചാരിക്കും, സാർ എന്തുകൊണ്ടും വേറെ കുറേ ടൈപ്പുകളുണ്ടല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത്. അത്രയും ഡെപ്തിലേക്ക് നമ്മുടെ പരീക്ഷയിൽ വേണ്ടാത്തത് കൊണ്ടാണ് അതിലേക്ക് നമ്മൾ പോകാത്തത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ടൈപ്പ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഇനി ഒരിക്കലും തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിലുള്ള HSST സുവോളജി ബാച്ചുകൾ ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻസൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ആ ഗ്രൂപ്പിൽ കയറി ഒന്ന് ഹായ് എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ച് നൽകുന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു അവസരമാണ് ഇനി വരാൻ പോകുന്ന HSST സുവോളജി പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൈപ്രപ്പിൻ്റെ ബാച്ചിൻ്റെ ഭാഗമാകൂ, നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സെഗ്മെന്റിൽ കാണാം. താങ്ക് യു സോ മച്ച്.